19, 20 തീയതികളിൽ കോവിഡിൽ ശ്രീമാൻ പി കൃഷ്ണപിള്ള സ്മാരക കൺവെൻഷൻ സെന്ററിൽ വെച്ച് നടക്കുക. കോഴിക്കോട് വെച്ച് യോഗാസനയുടെ ഒരു സംസ്ഥാനതല മത്സരം നടക്കുന്ന ആദ്യമാണ്. 9 വർഷമായിട്ട് എല്ലാ ജില്ലകളിലും സംസ്ഥാന തലത്തിലും യോഗാസന ചാമ്പ്യൻഷിപ്പ്, സ്പോർട്സ് യോഗാസന ചാമ്പ്യൻഷിപ്പ് നടത്തി അതിൽ നിന്നും ടീമിനെ സെലക്ട് ചെയ്ത് ദേശീയ മത്സരങ്ങളിൽ പങ്കെടുപ്പിക്കുകയാണ്. കേരളത്തിൽ യോഗാസന ഒരു സ്പോർട്സായി വിപുലമായി അറിഞ്ഞു തുടങ്ങിയിട്ടില്ല. എപ്പോഴാണ് നമ്മൾ വിപുലമായി അറിഞ്ഞു തുടങ്ങിയത്? ഏഷ്യൻ ചാമ്പ്യൻഷിപ്പ് നമ്മൾ തിരുവനന്തപുരത്ത് നടത്തിയെങ്കിലും അതിനുള്ള പബ്ലിസിറ്റി ഇത്ര പോരാ. ഇപ്പോഴാണ് അതൊക്കെ എല്ലാം വിപുലമായി അറിഞ്ഞു തുടങ്ങുന്നത്. കേരളത്തിലെ മറ്റ് കായിക ഇനങ്ങളെ പോലെ തന്നെയുള്ള എല്ലാ ആനുകൂല്യങ്ങളും സൗകര്യങ്ങളും യോഗാസന സ്പോർട്സിന് ലഭിക്കുകയാണ്. ഇന്ത്യയിൽ ആദ്യമായി യോഗാസന സ്പോർട്സ് ഒരു സ്പോർട്സ് ഐറ്റമായി കേരളത്തിലെ ഇപ്പോഴത്തെ ശ്രീമാൻ പിണറായി വിജയന്റെ സർക്കാരിന് അംഗീകരിച്ചത് 2016 ഫെബ്രുവരി മാസത്തിലാണ് യോഗാസനയെ ഒരു സ്പോർട്സ് ഐറ്റമായി ഇന്ത്യയിൽ ആദ്യമായി അംഗീകരിച്ചത്. കേന്ദ്ര ഗവൺമെന്റ് പിന്നെ അതിന് ശേഷമാണ് സ്പോർട്സ് ഐറ്റമായി യോഗാസന അംഗീകരിച്ചത്. ഇപ്പൊ എല്ലാ സ്ഥലത്തും ഇപ്പൊ നമുക്കറിയാം, യോഗാസന എന്ന് പറഞ്ഞാൽ നമ്മള് കേരളത്തിലെ എല്ലാ സ്ഥലത്തും സ്പോർട്സ് ആയിട്ട് മാത്രമല്ല ആരോഗ്യം സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ആരോഗ്യ ശാസ്ത്രമായിട്ട് ഇത് പ്രയോജനപ്പെടുത്തുകയാണ്. ഇപ്പൊ നമ്മുടെ അസോസിയേഷൻ പോലും ഈ കോവിഡ് സമയത്ത് ഓൺലൈനിൽ കൂടി ആസനാസ് കൊടുത്ത് കോവിഡ് വരാതിരിക്കാൻ പ്രതിരോധത്തിനും വന്നു കഴിഞ്ഞാൽ അതിന്റെ ക്ഷീണം മറ്റു ബുദ്ധിമുട്ടുകളൊക്കെ മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഈ ആസനാസ് പ്രത്യേകം പറഞ്ഞ് ഏകദേശം നമ്മൾ മനസ്സിലാക്കുന്ന 8-9 ലക്ഷത്തോളം ആളുകൾ അത് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അതുപോലെ സ്ത്രീകളുടെ ഇടയ്ക്ക് യോഗാസന പ്രാക്ടീസ് ചെയ്യാൻ പ്രത്യേകം ക്ലാസ്സുകൾ നമ്മൾ കൊടുക്കുന്നു. യോഗ അസോസിയേഷൻ സ്പോർട്സ് യോഗയാണ് കൂടുതൽ കൈകാര്യം ചെയ്യുന്നത്, പാരമ്പര്യ യോഗയാണ് രണ്ടും കൈകാര്യം ചെയ്യുന്നത്. കേരളത്തിൽ ആദ്യമായി സ്പോർട്സ് യോഗ ആരംഭിച്ചത് യോഗാസന അസോസിയേഷനാണ്.